അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും മസ്റ്റായിട്ടും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം പഴുത്ത 2 നേന്ത്രപ്പഴമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബട്ടറിന് പകരം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ആ പഴം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 ഏലക്ക ക്രഷ് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കാഷ്നട്ടോ റൈസിൻസോ ഒക്കെ കൊണ്ടുപോയി ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താലും മതി. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1.5 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കാം. പച്ചവെള്ളത്തിലാണ് ഇപ്പോൾ കുഴച്ചെടുക്കുന്നത്. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കും പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ റവയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ മാവ് അതിൽ നിന്ന് എടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഈ പഴത്തിൻ്റെ മിക്സ് അതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതേപോലെ മടക്കിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കാം. നമുക്കിങ്ങനെ തന്നെ ഈ ഷേപ്പിൽ തന്നെ തയ്യാറാക്കണ്ടെങ്കിൽ വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല കുക്കായി വരണം. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പഴത്തിൻ്റെയൊക്കെ ആ ഒരു ഇതുള്ളത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.